ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മുസ്ലിമും ദക്ഷിണേഷ്യൻ വംശജനുമാണ് 34 വയസ്സുള്ള സൊഹ്റാൻ മംദാനി. മുൻ ഗവർണർ ആൻഡ്രൂ കുമോയെ 10% വോട്ടിന് പരാജയപ്പെടുത്തി അദ്ദേഹം നേടിയ ഈ വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയൊരധ്യായം കുറിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ചരിത്ര വിജയം ആഘോഷിക്കുന്നതിനിടയിൽ തന്നെ മംദാനിക്കെതിരെ വാഷിംഗ്ടൺ DC-യിലെ ചില റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കളിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു. ഇവർ അദ്ദേഹത്തിൻ്റെ പൗരത്വത്തെക്കുറിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും കമ്മ്യൂണിസ്റ്റും ഭീകരവാദിയുമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ഈ വിവാദങ്ങൾ ഒരു ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മംദാനിയുടെ അമേരിക്കൻ പൗരത്വം റദ്ദാക്കാനും അദ്ദേഹത്തെ നാടുകടത്താനും റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കൾക്ക് കഴിയുമോ എന്നുള്ളത്. ഈ ചോദ്യം അമേരിക്കൻ ഭരണഘടനയുടെയും പൗരത്വ നിയമങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത്. ഉഗാണ്ടയിൽ ജനിച്ച സൊഹ്റാൻ മംദാനി തൻ്റെ 7ാം വയസ്സിൽ, അതായത് 1998 അമേരിക്കയിലെത്തുന്നത്. വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ 2018 അദ്ദേഹം US പൗരത്വം നേടി. അമേരിക്കൻ നിയമമനുസരിച്ച് ഇത്തരത്തിൽ പൗരത്വം നേടുന്നതിന് ചില അടിസ്ഥാന നിബന്ധനകളുണ്ട്. കുറഞ്ഞത് 5 വർഷമെങ്കിലും രാജ്യത്ത് തുടർച്ചയായി താമസിച്ചിരിക്കണം. ഒരു US പൗരത്വമുള്ള ആളെ വിവാഹം കഴിച്ചവരാണെങ്കിൽ ഈ കാലയളവ് 3 വർഷമായി കുറയും. മംദാനി ഈ നിബന്ധനകളെല്ലാം പാലിച്ചാണ് പൗരത്വം നേടിയതെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകളാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ വിമർശകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. നിയമനിർമ്മാതാക്കളായ ആൻഡി ഓക്സൺ അടക്കമുള്ള പ്രമുഖർ ഇതിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. മംദാനി തൻ്റെ പ്രകൃതിവൽക്കരണ രേഖകളിൽ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൗരനായിരിക്കുന്നതിനോ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകുന്നതിനോ അദ്ദേഹത്തിന് അവകാശമില്ല. ഇതായിരുന്നു ഓക്സന്റെ പ്രസ്താവന. പൗരത്വം റദ്ദാക്കുന്നതിനുള്ള നിയമപരമായ പ്രക്രിയയെ ഡീനാച്ചുറലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. കോടതി വിധിയിലൂടെ മാത്രമേ ഇത്തരം നടപടിക്രമം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഇത് അത്യധികം അപൂർവമായ ഒരു നടപടിയാണ്. ചരിത്രപരമായി നോക്കിയാൽ അമേരിക്കയിൽ രഹസ്യമായി പ്രവേശിച്ച നാസി സഹകാരികൾ അല്ലെങ്കിൽ ഭീകരവാദവുമായി ശക്തമായ ബന്ധമുള്ളവർ എന്നിവർക്കെതിരെ മാത്രമാണ് ഈ നിയമം പ്രയോഗിച്ചിട്ടുള്ളത്. ഇമിഗ്രേഷൻ നിയമവിദഗ്ധർ പറയുന്നതനുസരിച്ച് ഓക്സന്റെ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന യാതൊരു തെളിവും നിലവിലില്ല. ചുരുക്കത്തിൽ രാഷ്ട്രീയപരമായ എതിർപ്പിൻ്റെ പേരിൽ മാത്രം ഒരു പൗരൻ്റെ പൗരത്വം റദ്ദാക്കാൻ US നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ല. ഇതിന് ശക്തമായ നിയമപരമായ കാരണങ്ങളും വ്യക്തമായ തെളിവുകളും ആവശ്യമാണ്. US പൗരത്വ അപേക്ഷാ ഫോമിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സമഗ്രാധിപത്യ പാർട്ടികളിൽ അംഗമായിരിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യമാണ് റിപ്പബ്ലിക്കൻ വിമർശകർ പ്രധാനമായിട്ടും ആയുധമാക്കുന്നത്. എന്നാൽ മംദാനിക്ക് ബന്ധമുള്ള ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന ഗ്രൂപ്പ് US നിയമം അനുസരിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടനയായി കണക്കാക്കപ്പെടുന്നില്ല. DSA അമേരിക്കൻ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സാമൂഹിക നീതിക്കും സാമ്പത്തിക സമത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ്. ചരിത്രപരമായി അമേരിക്കയിൽ ചുവപ്പ് ഭീഷണി നിലനിന്നിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് ബന്ധത്തിൻ്റെ പേരിൽ നിരവധി പേരെ വേട്ടയാടിയിരുന്നു. എന്നാൽ ആ നിയമപരമായ വ്യവസ്ഥകളും സാമൂഹിക സാഹചര്യങ്ങളും ഇന്ന് നിലവിലില്ല. മംദാനിക്കെതിരായ കമ്മ്യൂണിസ്റ്റ് ആരോപണം അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ സാമൂഹിക നിലപാടുകളെ ഭീകരവൽക്കരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് നിയമവിദഗ്ധർ കാണുന്നത്. ന്യൂയോർക്ക് യങ് റിപ്പബ്ലിക്കൻ ക്ലബ്ബ് മംദാനിയെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ US ഭരണഘടനയുടെ 14ാം ഭേദഗതിയെയാണ് ഉദ്ധരിക്കുന്നത്. എന്നാൽ ഇതനുസരിച്ച് ഒരാളെ ആ പദവിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസിലെ ഇരുസഭകളിലും 3/2 ഭൂരിപക്ഷത്തിൻ്റെ അംഗീകാരം ആവശ്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം വിജയിക്കാനുള്ള സാധ്യത അത്യന്തം വിരളമാണ്. മാത്രമല്ല, ഇത്തരമൊരു നീക്കം തീർച്ചയായും സുപ്രീം കോടതിയിൽ നിയമപരമായ വെല്ലുവിളി നേരിടുകയും ചെയ്യും. ഹോഫ്സ്ട്രാ യൂണിവേഴ്സിറ്റിയിലെ നിയമ പ്രൊഫസറായ ഇറീന മാൻഡ അഭിപ്രായപ്പെട്ടതുപോലെ ട്രംപ് ഭരണകാലത്ത് ഡീനാച്ചുറലൈസേഷൻ കേസുകളിൽ ഒരു വർധനവുണ്ടായിട്ടുണ്ട്. മംദാനിയുടെ പൗരത്വം അഥവാ റദ്ദാക്കപ്പെട്ടാൽ അദ്ദേഹം വീണ്ടും നിയമപരമായ സ്ഥിരതാമസക്കാരൻ എന്ന നിലയിലേക്ക് മാറും. അതോടെ ന്യൂയോർക്ക് സിറ്റി മേയറായി സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹം അയോഗ്യനാവുകയും ചെയ്യും. സൊഹ്റാൻ മംദാനിയുടെ പൗരത്വത്തെക്കുറിച്ചുള്ള വിവാദം അമേരിക്കയുടെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചും പൗരത്വ നിയമങ്ങളെക്കുറിച്ചും സുപ്രധാനമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നിലവിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ശക്തമായ തെളിവുകളില്ലാതെ ഒരു പൗരന്റെ പൗരത്വം റദ്ദാക്കാനുള്ള റിപ്പബ്ലിക്കന്മാരുടെ നീക്കം നിലനിൽക്കുകയില്ല. നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ സൊഹ്റാൻ മംദാനിയുടെ പൗരത്വത്തിന്മേലുള്ള ഭീഷണി നിലനിൽക്കുന്നുമില്ല. എങ്കിലും അദ്ദേഹത്തെ വേട്ടയാടാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ
ന്യൂനപക്ഷ പശ്ചാത്തലമുള്ള വ്യക്തികൾക്ക് പൊതുരംഗത്തേക്കുള്ള വഴി എത്രമാത്രം ദുർഘടമാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്.